ആയിട്ടില്ല. പാർട്ടി നിയോഗിക്കുന്ന ഏത് സ്ഥലത്തും മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ആന്റണി സാറിനെ കണ്ട അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം എല്ലാ അനുഗ്രഹവും നൽകി. ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ സംഭവിക്കും. UDF ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വന്ന് കേരള ജനതയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ കേരള ജനത എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടി നിയോഗിക്കുന്ന ഏത് നിയോജക മണ്ഡലത്തിലും മത്സരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഉത്തരവാദിത്വമുള്ള അരുവിക്കരയിലെ ജനങ്ങളെ എനിക്ക് വിശ്വാസമുണ്ട്. അരുവിക്കര നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. പാർട്ടി ഏത് നിയോജക മണ്ഡലമാണെന്ന് തീരുമാനിച്ചാൽ അവിടെ മത്സരിക്കുക, യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരം UDFന് കിട്ടും, കേരളവും കിട്ടും. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇത്തവണ UDFന് കൂടെയാണ്. UDFിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞതിനേക്കാൾ ഞാൻ പറയുന്നത്, ഇനി മൂന്നാമതൊരു പിണറായി ഭരണം, മാർക്സിസ്റ്റ് ഭരണം ഉണ്ടാകാൻ കേരളം ഇഷ്ടപ്പെടുന്നില്ല. അതൊരു താൽക്കാലികമായ ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഏതാനും ദിവസങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടും. അത് കേൾക്ക്. അതുകൊണ്ട് ഉറപ്പിച്ച് ഞാൻ പറയാം, കേരളത്തിൽ ഭരണം മാറും. കേരളത്തിലെ ഗവൺമെൻറ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഭരിക്കുന്നത് ഒരു കെയർടേക്കർ ഗവൺമെൻറ്റാണ്. അതെല്ലാവരും ഓർക്കണം. കെയർടേക്കർ ഗവൺമെൻറ് പറയുന്ന നിയമവിരുദ്ധമായ ഉത്തരവുകൾ അന്ധമായി അനുസരിക്കുന്നവർ വളരെ നല്ല ജനപ്രതിനിധിയായിരുന്നു. എവിടെ നിന്നാലും ശിവകുമാരൻ ജയിക്കും. അനൗൺസ് ചെയ്ത് ഞാൻ ശിവകുമാരൻ ഇത്തവണ കേരള നിയമസഭയിൽ ഉണ്ടാകും. ഞങ്ങൾ തമ്മിൽ സ്വകാര്യ സംഭാഷണത്തിന് വിശദാംശങ്ങൾ പരിശോധിച്ചില്ല. എനിക്ക് കണ്ണൂർ ജില്ലയിൽ കാലം മുതൽ പരിചയമുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ മിക്കവരും കൂടെ ഇല്ല. ഇന്ന് കണ്ണൂർ ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന ജനപ്രിയനായ നേതാവ് സുധാകരൻ. മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി പൊരുതുന്ന പ്രവർത്തകരുള്ള നേതാവാണ്. ആ സുധാകരൻ തീർച്ചയായും മൂന്നാമത് ജയിക്കൽ കൂടിയുള്ള ഒരു പിണറായി ഭരണം കേരളത്തിൽ വരുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കത്തില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. ചോദ്യോത്തരത്തൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അല്ല, ഞാൻ പറയത്തില്ല. കാരണം ഞാനിപ്പോൾ അങ്ങനെ അധികം കാര്യങ്ങൾ പറയുന്ന ആളല്ല, അധികം ഒരു വിസിബിലിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളല്ല. കാരണം ഇപ്പോൾ ഔദ്യോഗിക നേതാക്കന്മാരും വേറെയാണ്. ഞാൻ പഠിച്ച പാർട്ടി അക്ഷരം